ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. അഴിമതിരഹിതവും ജനപക്ഷപരവുമായ ഭരണ സംവിധാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർമ്മിത ബുദ്ധിയുടെ സുരക്ഷിതവും ഉത്തരവാദിത്തപരവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ AI ഗവേണൻസ് മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര IT മന്ത്രാലയം പുറത്തിറക്കി. ശബരിമല സ്വർണ്ണപ്പാളി അപഹരണ കേസിൽ ശാസ്ത്രീയ അന്വേഷണം വേണമെന്ന് കേരള ഹൈക്കോടതി. വിഷയത്തിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനം. യോഗത്തിൽ പങ്കെടുത്ത BJP ഒഴികെയുള്ള കക്ഷികൾ സർക്കാർ തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ SIR ചോദ്യം ചെയ്യാനുള്ള നിയമോപദേശം തേടുമെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതുക്കിയ വോട്ടർ പട്ടിക നിലവിലിരിക്കെ 2002 പട്ടിക അടിസ്ഥാനമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള നീക്കം അശാസ്ത്രീയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ നിർദ്ദേശം നൽകി. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കറുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ യോഗത്തിലാണ് കമ്മീഷണറുടെ നിർദ്ദേശം. വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾക്ക് തടസ്സമുണ്ടാകാത്ത രീതിയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ജില്ലാ കളക്ടർമാരോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ട വിഭാഗം ജീവനക്കാരെ ഒഴിവാക്കി മറ്റ് ജീവനക്കാരെ ജില്ലാ കളക്ടർമാർക്ക് BLOമാരായി നിയമിക്കുന്നതിന് തടസ്സമൊന്നുമില്ലെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ യോഗത്തിൽ പറഞ്ഞു. രണ്ട് പ്രക്രിയകളും തടസ്സം കൂടാതെ നടത്താനാവശ്യമായ ക്രമീകരണങ്ങൾ ജില്ലാതലത്തിൽ സ്വീകരിക്കുമെന്ന് കളക്ടർമാർ യോഗത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. അഴിമതിരഹിതവും ജനപക്ഷപരവുമായ ഭരണ സംവിധാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് വിവിധ വകുപ്പുകളിലെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഭരണതലത്തിലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിജിലൻസ് ഉദ്യോഗസ്ഥർക്കുള്ള ബാഡ്ജ് ഓഫ് ഓണർ വിതരണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ആരോഗ്യവകുപ്പിലെ വിവിധ ആശുപത്രികളിൽ 202 ഡോക്ടർമാരുടെ തസ്തികകൾ സൃഷ്ടിക്കും. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഒരു റിപ്പോർട്ട്. കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകളിലും പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്ത് നടക്കുന്ന ഡിജിറ്റൽ റീസർവേ പദ്ധതിയുടെ രണ്ടാംഘട്ട പ്രവർത്തനങ്ങളുടെ 2026 മാർച്ച് 31 വരെയുള്ള ചെലവുകൾക്കായി 50 കോടി രൂപ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഫണ്ടിൽ നിന്നും അനുവദിക്കും. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള കേരള സംസ്ഥാന കമ്മീഷൻ പുനഃസംഘടിപ്പിച്ചു. അഴീക്കൽ തുറമുഖ വികസനത്തിനായി DPR-നും സാമ്പത്തിക ഘടനാ റിപ്പോർട്ടിനും അംഗീകാരം നൽകിയ 22/8/2024 ഉത്തരവിലെ നിബന്ധനകൾ വകുപ്പിന്റെ അനുമതിക്ക് വിധേയമായി ഭേദഗതി ചെയ്യും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണങ്ങളുടെ ഭാഗമായി എന്യൂമറേഷൻ ഫോം വിതരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഇന്നലെ രാത്രി 8 മണിവരെയുള്ള കണക്കുപ്രകാരം 2,07,528 പേർക്കാണ് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തത്. ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടികയും 2026 ഫെബ്രുവരി 7-ന് അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും. നിർമ്മിത ബുദ്ധിയുടെ സുരക്ഷിതവും ഉത്തരവാദിത്തപരവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ AI ഗവേണൻസ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര IT മന്ത്രാലയം. മന്ത്രാലയ സെക്രട്ടറി S കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ശാസ്ത്ര ഉപദേഷ്ടാവ് പ്രൊഫസർ അജയ് കുമാർ സൂദാണ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രിത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും സുതാര്യമായ AI പരീക്ഷണ അന്തരീക്ഷം ഒരുക്കുകയുമാണ് മാർഗനിർദ്ദേശങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ അജയ് സൂദ് പറഞ്ഞു. ഇന്ത്യ AI ഹാക്കത്തോണിന്റെ വിജയികളെയും ചടങ്ങിൽ പ്രഖ്യാപിച്ചു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയപരിധി അവസാനിച്ചു. കഴിഞ്ഞ മാസം 25-ന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹരായവർക്കായിരുന്നു പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ സ്ഥാനങ്ങളുടെ സംവരണം സംബന്ധിച്ച വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറപ്പെടുവിച്ചു. ബീഹാറിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 18 ജില്ലകളിലെ 121 നിയോജക മണ്ഡലങ്ങളിലാണ് നാളെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 11-ന് നടക്കും. ഈ മാസം 14-നാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമല സ്വർണ്ണപ്പാളി അപഹരണ കേസിൽ ശാസ്ത്രീയ അന്വേഷണം വേണമെന്ന് കേരള ഹൈക്കോടതി. കൂടാതെ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കുമായി ബന്ധപ്പെട്ട് 1980 അഴിമതി നിരോധന നിയമത്തിലെ വ്യവസ്ഥകൾ ബാധകമാണോ എന്ന് പരിശോധിക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തോട് കോടതി നിർദ്ദേശിച്ചു. സ്വർണത്തിന്റെ യഥാർത്ഥ നഷ്ടം നിർണ്ണയിക്കാൻ ദ്വാരപാലക വിഗ്രഹ തകിടുകൾ, വശങ്ങളിലെ വാതിലുകൾ തുടങ്ങിയവയുടെ തൂക്കവും സാമ്പിളും ശാസ്ത്രീയമായി നിർണ്ണയിക്കാനും കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ ഏത് അന്വേഷണത്തെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വാഗതം ചെയ്യുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. കഴിഞ്ഞ മാസം മാത്രം സംസ്ഥാനത്ത് 65 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയും ചെയ്തു. 12 പേരാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ആറ്റിങ്ങൽ സ്വദേശി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. ഇന്ന് രാവിലെയോടെയായിരുന്നു മരണം സ്ഥിരീകരിച്ചത്. കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് 1 മാസം മുൻപ് വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ ഒരാഴ്ച മുൻപ് പനി ബാധിച്ചപ്പോൾ നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. അതേസമയം ഇന്ന് മരിച്ചയാളുടെ രോഗ ഉറവിടം ഇതുവരെ വ്യക്തമായിട്ടില്ല. കഴിഞ്ഞയാഴ്ച ചിറയൻകീഴ് സ്വദേശിയായ 77 വയസ്സുകാരിയും ഇതേ രോഗം ബാധിച്ച് മരിച്ചിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് രാജ്ഭവൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോം രാജ്ഭവൻ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ 5 ആണ്. അതേസമയം സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള സർവകലാശാലകളിൽ രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയത് തെറ്റാണെന്ന് മന്ത്രി ആർ ബിന്ദു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സർക്കാർ തലത്തിൽ ഹരിത കുപ്പികളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന കമ്പനിയായി ഹില്ലി അക്വ. നിലവിലെ പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരമായാണ് പോളിലാക്റ്റിക് ആസിഡ് കുപ്പികളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാതെ ജൈവികമായി നിർമ്മാർജ്ജനം ചെയ്യാവുന്ന ഹരിതക്കുപ്പികളാണ് ഹില്ലി അക്വ പുറത്തിറക്കിയത്. കൊച്ചി ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് കമ്പനിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കുപ്പികൾ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ നൽകുന്നത് കമ്പനിയാണ്. ഹില്ലി അക്വ ഉൽപ്പാദിപ്പിക്കുന്ന ജലസേചന വകുപ്പിന് കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ 300 മില്ലിലിറ്റർ കുപ്പിവെള്ളം വിപണിയിലെത്തിക്കും. കുട്ടികളുടെ അവകാശങ്ങൾക്ക് മുൻതൂക്കം നൽകിയാവണം ശിശു സംരക്ഷണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ. ശിശു സംരക്ഷണ സ്ഥാപനങ്ങളുടെ മേലധികാരികൾക്കുള്ള ഏകദിന പരിശീലനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരക്ഷണ സ്ഥാപനങ്ങളിൽ എത്തുന്ന കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്തി മികച്ച രീതിയിൽ അവരെ വളർത്തിയെടുക്കാനായി വ്യക്തിഗത പരിപാലന പദ്ധതി തയ്യാറാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി 11:30 വരെ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വ്യത്യസ്ത മേഖലകളിൽ അനിതര സാധാരണമായ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചോദനം നൽകുന്നതിനുമായി സംസ്ഥാന തലത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന ഉജ്ജ്വല ബാല്യം പുരസ്കാരം പ്രഖ്യാപിച്ച് മന്ത്രി വീണ ജോർജ്. കല, കായികം, സാഹിത്യം, ശാസ്ത്രം, സാമൂഹികം, പരിസ്ഥിതി സംരക്ഷണം, IT മേഖല, കൃഷി തുടങ്ങിയ മേഖലകളെയും ഭിന്നശേഷി കുട്ടികളെയും കൂടി പ്രത്യേക വിഭാഗമായി ഉൾപ്പെടുത്തിയാണ് പുരസ്കാരം നൽകുന്നത്. 14 ജില്ലകളിൽ നിന്നുമായി 2024 ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിനായി 51 കുട്ടികളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. അഴിമതിരഹിതവും ജനപക്ഷപരവുമായ ഭരണ സംവിധാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർമ്മിത ബുദ്ധിയുടെ സുരക്ഷിതവും ഉത്തരവാദിത്തപരവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ AI ഗവേണൻസ് മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര IT മന്ത്രാലയം പുറത്തിറക്കി. ശബരിമല സ്വർണ്ണപ്പാളി അപഹരണ കേസിൽ ശാസ്ത്രീയ അന്വേഷണം വേണമെന്ന് കേരള ഹൈക്കോടതി. വിഷയത്തിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.